യാത്ര മൂലം കട്ടപ്പുറത്താവുകയാണ് സ്വകാര്യ ബസ്സുകൾ. ജീവിക്കാൻ വേറെ വഴി. സുഹൃത്തുക്കളെ, ഞാൻ KSRTC ബസ്സിന്റെ ആ ഒരു ഓട്ടത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടോ ഒന്നുമല്ല സംസാരിക്കാൻ വരുന്നത്. പക്ഷേ വേറൊരു വലിയ വിഷയത്തെ കുറിച്ചിട്ടാണ്. നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ഗംഭീര വിഷയം. ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഈ ബൾബൊക്കെ താത്തിക്ക് വീഴുന്നത് എന്തൊരു ദുരന്തമാണ്. ഒന്നവിടെ ഇരിക്കൂ പ്ലീസ്, സൗകര്യമായിട്ട്. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ശരിയാണ്. KSRTC ബസ്സിൽ ആ പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിലെ ഒരു വിഭാഗം തൊഴിലാളികൾ മുഴുവൻ കട്ടപ്പുറത്ത് ഏറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ VD സതീശൻ മേനോൻ ഗവൺമെന്റ്. ഒരു സംശയവുമില്ല. അത് നിങ്ങൾ എന്ത് തന്നെ ഇവിടുത്തെ കൊങ്ങികൾ വിളിച്ചു പറഞ്ഞാലും ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് എന്ത് തന്നെ പറഞ്ഞു വെച്ചിട്ട് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ മന്ത്രി പറയുന്നത് ഇവർ ബസ് ഓടുക എന്ന് പറയുന്ന പ്രവൃത്തി മാത്രമല്ല, മറ്റു പ്രവൃത്തികൾ കൂടി ചെയ്യട്ടെ. എന്താണ് ചേട്ടാ ആ മറ്റു പ്രവൃത്തികൾ? ഇനി ഈ ബസ്സിന് ചുറ്റും വല വെച്ച് കെട്ടിയിട്ട് മീൻ വളർത്തൽ പദ്ധതിക്കോ അല്ലെങ്കിൽ കോഴി വളർത്തൽ പദ്ധതിക്കോ അങ്ങനെ ഇത് നടത്താൻ പറ്റുമോ? ഇനി അതുമല്ല, നമ്മുടെ ഏതോ ഒരു സിനിമയില് നമ്മുടെ ഹരിശ്രീ അശോകൻ 2 മണിക്കൂർ നേരത്തേക്ക് ചെറിയൊരു ജോലി ഒരാൾക്ക് കൊടുത്ത പോലെ അല്ലേ? പുതിയ പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ് ചെസ് കളിക്കാൻ താല്പര്യമുണ്ടോ? കളിക്കാൻ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഗുരുവായൂരിൽ റൂമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിരിക്കും. ഇതുപോലത്തെ എന്തെങ്കിലും പദ്ധതി ഇത്തരം നമ്മുടെ പ്രൈവറ്റ് ബസ്സിൽ തുടങ്ങേണ്ടി വരുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പൊ നാട്ടുകാർക്ക് തുടങ്ങിയിരിക്കുന്നു. ശരി, ആ തോന്നലുകളൊക്കെ നമുക്ക് ഉടയ്ക്കാം. ഞാൻ പറയുന്നത് ഇന്ന് VD സതീശൻ മേനോൻ ആ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറി വെറും 30 ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. വെറും 30 ദിവസങ്ങൾ. ഞാനൊക്കെ വിചാരിച്ചത് ഒരു 6 മാസത്തിന് ശേഷം ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയാൻ നമുക്ക് കിട്ടുമെന്ന. അല്ല, ഇവർ കയറി അന്ന് മുതൽ നമുക്ക് കിട്ടുന്നത് വിഷയങ്ങളാണ്, കോണ്ടന്റുകളാണ്. ഈ കോണ്ടന്റുകൾ വെറും കോണ്ടന്റുകളല്ല, നമ്മുടെ ജീവിത നിലവാരത്തെ അല്ലെങ്കിൽ കേരളത്തിന്റെ ജീവിത വ്യവസ്ഥയെ മുഴുവൻ താറുമാറാക്കുന്ന കോണ്ടന്റുകളാണ്. അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇത് വെറും KSRTC തകരുന്ന കഥയല്ല, അല്ലെങ്കിൽ ഇവിടെ പ്രൈവറ്റ് ബസ്സിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളുടെ ജീവിതം പണ്ടാറടക്കുന്ന ഒരു കഥയല്ല. പക്ഷേ ഈ ഒരു തകർച്ചയ്ക്ക് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്വകാര്യ ബസ് തൊഴിലാളികളാണ് ഇരകളായിട്ടുള്ളത്. നാളെ ആരാണ് എന്നതാണ് ചോദ്യം. ചോദ്യം വളരെ സിമ്പിളാണ്. ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ ആവർത്തിക്കാം. ഇന്ന് സുഹൃത്തുക്കളെ, KSRTCയില് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു വളരെ കുറച്ച് ബസ്സിൽ മാത്രം അത്തരത്തിലുള്ള ഒരു ഓട്ടം ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇതാ ആയിരക്കണക്കിന് തൊഴിലാളികള് പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകളില് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികള് പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഇന്ന് അവരാണ് ഇര. VD സതീശൻ മേനോന്റെ ആദ്യത്തെ ഇരകൾ ഇവരാണ്. നാളെ ആര് എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. സുഹൃത്തുക്കളെ, നമ്മുടെ കേരളം ഭരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പാർട്ടിയല്ല. പച്ചക്കനെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഒരു തൊഴിലാളി വർഗ പാർട്ടിയല്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും താഴേക്കിടയുള്ള ആളുകൾക്ക് അതെങ്ങനെ ബാധിക്കുമെന്ന് നോക്കിക്കൊണ്ടുള്ള തീരുമാനം കോൺഗ്രസ് ഗവൺമെന്റ് ഒരു കാലത്തും എടുത്തിട്ടില്ല, ഇനി എടുക്കുകയുമില്ല. ഗാന്ധി അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഈ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഗാന്ധിയുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കണം? സ്വാതന്ത്ര്യം എന്നതിനൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും സർവ്വസാധാരണക്കാരനായിട്ടുള്ള ആളുകൾ കൂടി ഫീൽ ചെയ്യുന്നതായിരിക്കണം. ഫീൽ ചെയ്തു തുടങ്ങി. കേരളത്തിലെ ഏറ്റവും സർവ്വസാധാരണക്കാർ എന്നൊക്കെ പറയപ്പെടുന്ന ബസ് തൊഴിലാളികൾ അവർക്ക് പോലും ഫീൽ ചെയ്തു തുടങ്ങി. പട്ടിണിയിലേക്കാണ് VD സതീശൻ മേനോൻ വന്ന് വെറും 30 ദിവസങ്ങൾക്കുള്ളിൽ അവരെത്തിയത്. ശരി, ഞാൻ മുന്നേ പറഞ്ഞു ഇതൊരു തൊഴിലാളി വർഗ പാർട്ടിയല്ല ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വമ്പിച്ച സ്വീകാര്യതയായിരിക്കും ഈ പ്രൈവറ്റൈസേഷൻ എന്നുള്ളതാണ്. VD സതീശൻ അത് പറഞ്ഞു കഴിഞ്ഞു. ഗവൺമെന്റിന് വെറുതെ നോക്കി നിൽക്കാനുള്ള ജോലി മാത്രമേ ഉള്ളൂ, ബാക്കി പണികളെല്ലാം ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികൾ എടുക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു അനാഥത്വം നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് തൊഴിലാളികൾ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇനിയായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ വിപ്ലവം നടക്കാൻ പോകുന്നുണ്ടായിരിക്കുക. സുഹൃത്തുക്കളെ, ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ നിയോ ലിബറൽ ആശയ പ്രചരണം എന്നൊക്കെ നമുക്ക് ഇതിനെ പറഞ്ഞു വെക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാ മനുഷ്യരും സ്വയം ഒരു മുതലാളിത്ത ഭാവത്തിലേക്ക് കടങ്ങുക. അതായത് നമുക്കിങ്ങനെ തോന്നുന്നു നമ്മളൊക്കെ ഒരു മുതലാളിമാരാണ് നമ്മളൊക്കെ തോന്നിപ്പോവുക. നമ്മൾ തൊഴിലാളികളായിരിക്കും, പക്ഷെ നമുക്ക് തന്നെ സ്വയം തോന്നിപ്പോവും നമ്മളെന്തോ ഒരു മുതലാളിമാരാണ്. ചില ആളുകളൊക്കെ ഭരിക്കുന്നുണ്ട് നമ്മളൊക്കെ തോന്നിപ്പോവും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്നാണ് നമ്മളൊക്കെ സങ്കല്പിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ എത്തിപ്പെടുമ്പോഴും ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തൊഴിലാളികളൊക്കെ അവരുടെ കാര്യങ്ങൾ ഒരാളും നോക്കാതെ അവരെ പരിപൂർണമായിട്ടും ഒരു മൂലയ്ക്കൊക്കെ ഉണ്ടാക്കും. അവർ എത്ര തന്നെ മുദ്രാവാക്യം വിളിച്ചാലും മുറവിളി കൂട്ടിയാലും ആ മുദ്രാവാക്യങ്ങൾ ആരും കേൾക്കാത്തൊരവസ്ഥയിലേക്ക് മാറും. നോക്കൂ, ഇപ്പൊ തന്നെ ദിവസം തോറും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന വാർത്തകളിലൊന്ന് ബസ്സുകളിലെ ആള് കയറാത്തതിനെ കുറിച്ചുള്ള വാർത്തകളാണ്. പക്ഷെ നിങ്ങളത് ഇപ്പോൾ കാര്യമായിട്ട് എടുക്കുന്നേയില്ല. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളത് കാര്യമായിട്ട് എടുക്കുന്നേയില്ല. ഞാനും എടുക്കുന്നില്ല. സുഹൃത്തുക്കളെ, 2004 നമ്മുടെ ഇന്ത്യയിൽ ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി വന്നത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അപ്പോ അന്ന് തന്നെ അതുവരെ പങ്കാളിത്ത പെൻഷൻ അല്ലാത്ത പെൻഷൻ കിട്ടുന്ന ആളുകളും അതല്ലാത്ത ആളുകൾ എന്ന രീതിയിലൊക്കെ വിഭജനങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ നമ്മുടെ KSRTC ആണ് ഒരുപക്ഷെ അവിടുത്തെ ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഭജനം നേരിടുന്ന ഒരു വിഭാഗം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തില് ഭയങ്കരമായിട്ടുള്ള ഒറ്റപ്പെടൽ നേരിടുന്ന ഒരു വിഭാഗം അവരാണ്. അവർക്ക് വേണ്ടി ആരുമില്ലാത്തൊരവസ്ഥയൊക്കെ നമുക്കിനി നേരിടേണ്ടി വരും. അവരൊറ്റയ്ക്കാണ് ഇത്ര കാലം സമരം ചെയ്തത്. ആ ഒരു അവസ്ഥ ഇനിയും വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പുത്തനായിട്ട് ഇനിയിപ്പോ നമ്മുടെ കേരളത്തില് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ സംജാതമായി എന്ന് നമുക്കറിയാം. മുതലാളിമാർക്ക് വേണ്ടിയിട്ട് മാത്രം ഭരിക്കുന്നൊരു ഗവൺമെന്റ് വന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് മുതലാളിമാരോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങളെ ഈ കടലും ഇവിടുത്തെ പോർട്ടും ആർക്ക് വേണമെങ്കിലും മറച്ചു വിട്ടോളൂ, ഞാനൊന്നും മിണ്ടില്ല. ഞാനാണ് മുഖ്യമന്ത്രി, ഞാനാണ് പോർട്ട് മുഖ്യമന്ത്രി, ഞാനാണ് നിയമമന്ത്രി, ഞാനാണ് ധനമന്ത്രി, ഞാനൊക്കെ ഇതിൽ ഇടപെടേണ്ട ഒരാളാണ്. പക്ഷെ ഞാൻ ഒന്നും മിണ്ടാതെ ഇതൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞ ശേഷം മാത്രം ഞാൻ കുറച്ച് നുണകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞേളാം. അവസാനം ഞാനൊരു പൂക്കിച്ചിരിഞ്ഞ് ചിരിച്ചോളാം. അത് മതി ഇവിടുത്തെ ജനങ്ങൾക്ക്. ഇവിടുത്തെ ജനങ്ങൾ മഹാപൊട്ടന്മാരാണ് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇത്രയാണ്. ഇന്ന് KSRTCയിൽ പ്രിയദർശിനി യാത്ര അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നാളെ ഇത് തകരും. ഒരു സംശയം വേണ്ട, 100% ഇത് തകരും. KSRTCക്ക് ഇനി വരും വർഷങ്ങളിൽ, ഇനി വരും മാസങ്ങളിൽ ഗവൺമെന്റിന് പണം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെ അവസ്ഥ വരുന്ന സമയത്തും ഇത് ഓടിപ്പിക്കുക, സ്ത്രീകൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഓടിപ്പിക്കുക എന്നൊരു ബാധ്യതയായിട്ട് മാറുകയും സ്വാഭാവികമായിട്ടും ഈ ഒരു കമ്പനി കടത്തിലേക്ക് പോവുകയും ചെയ്യും. കടത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മേനോൻ VD സതീശ മേനോൻ നമ്മുടെ മുമ്പിലേക്ക് വന്ന് പറയും, ഇത് പ്രൈവറ്റ് കമ്പനികൾക്ക് വിട്ടുകൊടുക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. 40% നമ്മൾക്കുണ്ടായിരിക്കും, ബാക്കി 60% ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികൾ നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാനി അടക്കമുള്ള ആളുകൾ ഒരു പക്ഷെ വേണമെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് കണ്ണും നട്ടു കുത്തിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഈ KSRTC കോർപ്പറേറ്റുകൾക്ക് തീറെഴുതും. KSRTC മാത്രമല്ല, വൈദ്യുതി വകുപ്പും ഒരു പക്ഷേ തീറെഴുതി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ തീറെഴുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ തുടക്കത്തിൽ ഗവൺമെന്റ് സബ്സിഡി ഒക്കെ ഉണ്ടായിരിക്കും. പെട്ടെന്ന് പിന്നീട് ഈ ഗവൺമെന്റ് സബ്സിഡി ഒന്നും കിട്ടാതാവും. നമുക്ക് 10 രൂപയ്ക്ക് 10 കിലോമീറ്റർ ഓടാൻ സാധിച്ചിരുന്നുവെങ്കിൽ, യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ കോർപ്പറേറ്റുകൾ മെല്ലെ പിടിമുറക്കി ഇതൊരു കോർപ്പറേറ്റ് മൊണോപ്പൊളി അവർ മാത്രം ഭരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ KSRTCയും ഒപ്പം തന്നെ ഈ വൈദ്യുതി വകുപ്പ് മാറുമ്പോൾ 10 രൂപയ്ക്ക് യാത്ര ചെയ്യാൻ സാധിച്ച നമുക്ക് പിന്നീട് 10 കിലോമീറ്റർ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും 200 രൂപയ്ക്കും എന്താണോ കോർപ്പറേറ്റ് മുതലാളിമാർ പറയുന്ന തുക, ആ തുകയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഗിമ്മിക്സുകളും അത്തരം ബസ്സുകളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോ പൊതുഗതാഗതത്തിന് നമ്മൾ കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു പദ്ധതി നമ്മുടെ കേരളത്തെ മുച്ചൂടും മുടിക്കുമെന്ന്. ഈ ഒരു പദ്ധതി കേരളത്തെ മുച്ചൂടും മുടിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിത നിലവാരത്തിനെ അതിഭീകരമായിട്ട് തകർക്കും.
ഒരു ദിവസം നമുക്ക് 10 രൂപയ്ക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് പിന്നീട് 50 രൂപയായിരിക്കും അവർ ശമ്പളത്തിൽ നിന്ന് കൊടുക്കേണ്ടി വരിക. അതേസമയം അവരുടെ ശമ്പളം വർദ്ധിക്കുകയും ഇല്ല. മനസ്സിലാവുന്നു വിചാരിക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഇന്ന് ഇവരാണെങ്കിൽ, ഇന്ന് KSRTC ആണെങ്കിൽ നാളെ ഇത് KSEBയിലേക്ക് മാറും. നാളെ അത് KSEB ആണെങ്കിൽ മറ്റന്നാൾ അത് നമ്മുടെ കേരളത്തിലെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഈ ഒരു പ്രൈവറ്റൈസേഷൻ, ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ കയറ്റം വരും. പതുക്കെ പതുക്കെ കേരളം കുറെ കമ്പനികൾ ഭരിക്കുന്ന ഒരു നാടായിട്ട് മാറും. ബൈ.